ഹലോ ഗായ്സ്, ജെജി ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മേക്കപ്പ് കിറ്റിൽ എന്തൊക്കെയുണ്ടെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് കിറ്റ്. അപ്പം ഒത്തിരി സാധനങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നോർമൽ. ഞാൻ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇല്ല, ഞാൻ കോളേജിലും സ്കൂളിലും കോളേജ് വരെ പഠിക്കുന്ന സമയത്ത് ഞാനാണെങ്കിൽ ഒന്നും ഉപയോഗിക്കത്തില്ലെന്ന് വെച്ചാൽ ഞാൻ ആകെ ഐലൈനർ ഉപയോഗിക്കും. ഐലൈനറും അടിയിലിരുന്ന കാജലും ഉപയോഗിക്കും കേട്ടോ. പിന്നെ പൗഡർ അങ്ങനത്തെ ക്രീമോ ഒന്നും ഞാൻ ഉപയോഗിക്കത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട്, അതായത് ഇപ്പോൾ ഏകദേശം കല്യാണം കഴിഞ്ഞതിന് ശേഷം അതിന് തൊട്ട് മുൻപുള്ള സമയത്തൊക്കെ തൊട്ടാണ് ഞാനിങ്ങനെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പം ഞാൻ ഇങ്ങനെ പഠിച്ച് വരികയാണ്. അപ്പം ഇപ്പം ഞാൻ കുറേ കാര്യങ്ങളൊക്കെ മേടിച്ചു. അപ്പം അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പം നേരത്തെയാണെങ്കിൽ ഞാൻ ആകെ പൗഡർ ഞാൻ യൂസ് ചെയ്യത്തില്ലായിരുന്നു. ആകെ ഐലൈനറും ഈ കാജലും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു പൊട്ടും തൊടും. ഇതായിരുന്നു എൻ്റെ മേക്കപ്പ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇപ്പം എൻ്റെ ബാഗിൽ നിറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാവേ. ഇപ്പം ഫസ്റ്റ് ഞാൻ ഏതാ കാണിക്കട്ടെ, ഏതിൽ നിന്നും തുടങ്ങും? ഓക്കെ, ഞാൻ കാജലിൽ തന്നെ തുടങ്ങാം. ഓക്കെ, കാജല് ഞാനിപ്പം ഇത് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് അല്ലേ, മെബിലിൻ കൊളോസൽ കാജൽ. അപ്പം ഇതാണ് ഒന്ന്. അപ്പോൾ ഇത് നോർമൽ നല്ല ബ്ലാക്ക് ഉണ്ട്, പിന്നെ എന്നാലും കുറച്ചുകൂടെ സ്മഡ്ജാണ് അല്ലേ, സ്മഡ്ജ് പ്രൂഫ് എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ വാങ്ങിച്ചത് ഞാനിപ്പോൾ ഇങ്ങനെ തപ്പുന്ന കാണുമ്പോൾ എനിക്ക് മറ്റേ മണിച്ചിത്രത്താഴിനകത്തുനിന്ന് എവിടെ എങ്ങനെയാണ്. ഞാനിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ച ഒരു കാജലാണ് ഷുഗറിൻ്റെ. ഞാൻ ഷുഗറിൻ്റെ അങ്ങനെ ഐറ്റംസ് വാങ്ങിക്കാൻ നല്ല വിലയല്ലേ. അപ്പം ഞാൻ ഇപ്പോൾ ഷുഗറിൻ്റെ ആണ് ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്നത്. ഈ കണ്ണിൽ എഴുതിക്കുന്നത് കണ്ടോ? ഞാൻ അടുത്ത് തന്നെ കാണിക്കാം. കണ്ടോ? ഇതാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഷുഗറിൻ്റെ കാജലാണ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ നിബ്ബ് ഞാൻ ഇപ്പോൾ എഴുതിയോണ്ടായിരിക്കും. കണ്ടോ? നല്ല ഫസ്റ്റ് ഇത് കൂർത്തിരിക്കുന്ന സാധനമായിരുന്നു കേട്ടോ. ഞാൻ റോഡിൻ്റെ സൈഡിലായിരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ വണ്ടികളുടെ സൗണ്ട് കേൾക്കുന്നത്. പിന്നെ കുഞ്ഞ് ഉറങ്ങുന്ന ടൈമിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നല്ല ബ്ലാക്ക് തരുന്നുണ്ട്. ഇത് ഞാൻ ഒരു വട്ടം കൂടെ എഴുതിയിട്ടുണ്ട്. അന്നാണെങ്കിൽ ഇങ്ങനെ അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. അങ്ങനെ പോത്തും അങ്ങനൊന്നും ഇല്ല. അതായത് സ്മഡ്ജ് പ്രൂഫാണ്, അടിപൊളിയാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഷുഗറിൻ്റെ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്കും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസൊക്കെ അറിയുന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഐലൈനറാണ്. ഐലൈനർ ഞാൻ ഫസ്റ്റ് മേടിച്ച ഒരു ഇതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐലൈനറാണ്. ഇത് തീർന്നു, എന്നിട്ട് ഞാനിത് സൂക്ഷിച്ച് വെച്ചേക്കുന്നത് വെച്ചാൽ എനിക്ക് നെക്സ്റ്റ് ടൈം വാങ്ങിക്കുമ്പോൾ മറന്നു പോയിരിക്കാൻ വേണ്ടിയിട്ട് ഏതാണെന്നേ. മെബിലിൻ്റെ ഹൈപ്പർ ഗ്ലോസി ലിക്വിഡ് ലൈനറാണ് ഇത്. അടിപൊളി സാധനമാണെന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ കഴുകിയാലൊന്നും പോകത്തില്ല. നല്ല ഗ്ലോസി ഫിനിഷിംഗ് ആണ് ഇതിൽ കിട്ടുന്നത്. ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇതെനിക്ക് നെക്സ്റ്റ് ടൈം മേടിക്കണം. പക്ഷേ അതിന് മുന്നേ തന്നെ ഞാൻ ഒരെണ്ണം മേടിച്ചു. ഇത് നമുക്കറിയാലോ മെബിലിൻ കൊളോസലിൻ്റെ ബോൾഡ് ലൈനർ എന്ന് പറയുന്ന ഇതാണ് ഐലൈനറാണ് ഇപ്പം എൻ്റെ ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് വലിയ കുഴപ്പമില്ല, തരക്കേടില്ല, നല്ലതാണ്. പിന്നെ ഇനി ഞാൻ എന്താ കാണിക്കാൻ പോകുന്നത്? അപ്പം ഐലൈനറും കാജലും ഞാൻ കാണിച്ചില്ലേ. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് നോക്കാം. കണ്ടോ? ഇത്രയും ലിപ്സ്റ്റിക്കാണ് എൻ്റെ കയ്യിലുള്ളത്. എനിക്കിപ്പോൾ ലിപ്സ്റ്റിക് പ്രാന്താണ്. നേരത്തെ ലിപ്സ്റ്റിക്കിൻ്റെ വലിയ പ്രാന്തൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഞാൻ പറയാം ഏതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളതെന്ന്. അപ്പോൾ ഇതാണ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച ലിപ്സ്റ്റിക്കാണ്. ഇത് ഫേസസ് കാനഡയുടെ ബർഗണ്ടി 70 എന്ന് പറയുന്ന കളറാണ്. പക്ഷെ കളറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇത് ക്രീമി മാറ്റ് ഫിനിഷിംഗ് ആണ്. പക്ഷേ ഇതെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം ഫുൾ പോവും. തേക്കുമ്പോൾ കുഴപ്പമില്ല, നല്ല ക്രീമി ടെക്സ്ചറാണ്, നല്ല കളറാണ്, അതെല്ലാം സംഭവം ഓക്കെ. പക്ഷേ ഇത് പെട്ടെന്ന് പോകും. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പോകുന്നതാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മേടിക്കാം. നെക്സ്റ്റ് ഇത് മാക്ക് റൂബി ബൂ എന്ന് പറയുന്ന ഒരു
എന്താ കളറാണ്, റുബി ബ്ലൂ 707 റിട്രോ മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇതൊരു റെഡ് കളറാണ് കേട്ടോ, റെഡ് ഫിനിഷിങ് കളറാണ്. അപ്പം ഇത് അടിപൊളി സാധനമാണ്, ഇതും അങ്ങനെയൊന്നും പോകില്ല. പിന്നെ ഭയങ്കര മാറ്റ് ഫിനിഷിങ് ആണ്. മാറ്റ് ഫിനിഷിങ് എനിക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ ചുണ്ടല്ല ഇങ്ങനെ പൊട്ടി വരും. കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ചുണ്ടെല്ലാം കൂടി ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. അപ്പോൾ അതേ ഉള്ളൂ മാറ്റിൻ്റെ ഒരു എനിക്ക് ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഇപ്പോൾ ക്രീമി ലിപ്സ്റ്റിക് ആണെങ്കിൽ ഞാൻ നോക്കുന്നത് കുറച്ചുകൂടെ മോയ്സ്ചറായിട്ടുള്ള ഇല്ലേ, അപ്പം അതുകൊണ്ടാണ് ഞാൻ അത് മേടിച്ചത് ഫേസ് സ്കാനറുടെ. എൻ്റെ ഏകദേശം എല്ലാം മാറ്റ് ഫിനിഷിംഗ് ആണ്. അപ്പോൾ ഇത് നൈബയുടെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് ഞാൻ നിങ്ങളെ ഒരു ഷോർട്സിനകത്ത് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ തന്നെ വേറൊരു ലിപ്സ്റ്റിക് ഉണ്ട്, അത് ഞാൻ ഹൈദരാബാദ് വെച്ചേക്കും കേട്ടോ. അപ്പം ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പം അതിൻ്റെ ഇപ്പം ഇല്ല, ഒരു ലിപ്സ്റ്റിക് കൂടെ എൻ്റെ ഉണ്ട്, അത് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, ഇത് നൈബയുടെ ഏത് കളറാണ്? പാരാഡി എന്നൊന്നും വായിക്കുന്നത് എനിക്കറിയില്ല. പാരാഡി റെഡി 11 എന്ന് പറയുന്ന ലിപ്സ്റ്റിക് ആണ്. ഈ ഷെയ്ഡ് ഒരു എന്താ പറയുന്ന ഒരു പിങ്കി ലിപ്സ്റ്റിക്കാണ്. പിങ്കി എന്നാണോ പറയുന്നത് എനിക്കറിയാം. സെയിം ഇനിയും ഈ സെയിം ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇത് കണ്ടിട്ട് ആരും പേടിക്കണ്ട, ഇത് പുതിയ ലിപ്സ്റ്റിക്കാണ്. ഞാനിത് അറിയാതെ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് അങ്ങ് അടച്ചുപോയി. അപ്പം അതാണ് ഇങ്ങനെ തേഞ്ഞ് ഒട്ടിയിരിക്കുന്നത്. ഇത് മാമയത്തിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. നല്ല ഇത് വേറെ ഇതും ഒരു മാറ്റ് ഫിനിഷിംഗ് ആണ്, പക്ഷേ ഇത് ഇച്ചിരി കൂടെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. ഇത് ബെറിലീഷ്യസ് മജന്ത എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്, 12 ഷെയ്ഡാണ്. അപ്പം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. മോയ്സ്ചർ മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്കാണ്. ഇത് ഒരിക്കലും പോകത്തില്ല കേട്ടോ, എത്ര നേരം വേണമെങ്കിലും നിന്നോളും. എത്ര നേരം എന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക് കുറേ നേരം നിൽക്കും. നമ്മൾ എത്ര വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പോകത്തില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ലിപ്സ്റ്റിക് നമുക്ക് നോക്കാം. ഇത് ഞാൻ ഷോർട്സിനകത്ത് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. മെബ്ലിൻ ന്യൂയോർക്കിൻ്റെ സൂപ്പർ സ്റ്റേ ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് ആണ്. ഇത് ലിപ് കളർ എന്ന് പറയുന്നത് സെഡക്ട്രസ് 65 എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് ഒരു ന്യൂഡ് കളറാണ്. ന്യൂഡ് എന്ന് വെച്ചാൽ കാണാമെന്ന് എനിക്കറിയില്ല. ഇതെങ്ങനെയാണ് ഇത് നമ്മൾ അടിക്കുമ്പം എന്താ പറയുന്ന അടിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ന്യൂഡ് കളറാണ് ഇത്. അപ്പം ഞാൻ മിക്കവാറും ഇത് അടിക്കുന്നത് ചിലപ്പം നമുക്ക് ഒത്തിരി ലിപ്സ്റ്റിക് ഒന്നും വേണ്ട, ഇങ്ങനെ ലൈറ്റായിട്ടുള്ള ഒരു മേക്കപ്പ് മതി എന്നുള്ള രീതിയിലാണെങ്കിൽ ഞാൻ ഇതടിക്കും. അല്ലെങ്കിൽ ഞാൻ മിക്സ് ചെയ്യുമ്പോൾ നല്ല ഷെയ്ഡ് കിട്ടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ അടിച്ചിരിക്കുന്ന ഈ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞില്ലേ, അതും മാമയത്തിൻ്റെ അതും ഇതും കൂടെ ഒക്കെ ഞാൻ മിക്സ് ചെയ്യും. അപ്പം നല്ല വേറൊരു കളറ് ഷെയ്ഡ് കിട്ടും. എനിക്ക് ഷെയ്ഡിൻ്റെ കളറൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിഞ്ഞിട്ട് അത് നല്ല ഒരു കളറാണ്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. എല്ലാം ഞാനിങ്ങനെ മിക്സ് ചെയ്ത് അടിക്കാറുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇത് മെബ്ലിൻ ന്യൂയോർക്കിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കാണ്. ഇതൊരു ന്യൂഡ് കളറാണ്, കണ്ട ന്യൂഡ് കളറാണ് വരുന്നത്. പിന്നെന്താ ഇത് കുറേ നാളായി കേട്ടോ മേടിച്ചിട്ട്, കുറേ നാളായി. പക്ഷെ ഞാൻ ഇതെപ്പോഴും അടിക്കുന്നത് അങ്ങനെ തീർന്നില്ല കേട്ടോ. ന്യൂവൻസ് എന്ന് പറയുന്നത് 657 എന്ന് പറയുന്ന ന്യൂഡ് കളറാണ്. ന്യൂവൻസ് NUANCE. ഇത് മാറ്റ് ക്രീം എന്നുള്ളതാണ്. അപ്പം ഒത്തിരി മാറ്റ് അല്ല, അത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എനിക്ക് അത്ര കൂടുതലായിട്ട് എനിക്ക് ഇതിനെപ്പറ്റി പറയാൻ അറിയില്ല. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നമുക്ക് ഡ്രൈ ആയി പോകത്തില്ല ചുണ്ട്, നല്ല ക്രീമി ഫിനിഷിംഗ് ആണ് കിട്ടുന്നത്. അതിൻ്റെ തന്നെയാണ് ഇത് ഞാൻ മെബ്ലിൻ ന്യൂയോർക്കിൻ്റെ ആണ്. ഇത് ടച്ച് ഓഫ് സ്പൈസ് എന്ന് പറയുന്ന ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. ടച്ച് ഓഫ് സ്പൈസ് എന്നാണ് ഇതിൻ്റെ 660 എന്ന് പറയുന്ന നമ്പറാണ്. ഇത് കണ്ടോ തീർന്നു, തീർന്നു, ഇത്രയോടെ ഉള്ളൂ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ് കേട്ടോ. ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്. ലിപ്സ്റ്റിക് കളക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എൻ്റെ മസ്കാര നോക്കാം. നൈബയുടെ മസ്കാരയാണ്. ഐ ലവ് മസ്കാര എന്നൊക്കെ ഇതിൽ എഴുതിയിരിക്കുന്നത്.
മസ്കാര. ഇത് ലെങ്തനിങ്. അപ്പം നമുക്ക് ഈ പല തരത്തിലുള്ള മസ്കാരാസ് ഉണ്ട്. അപ്പം ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ചുമ്മാ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കും, എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ എന്താ പറയുന്നത്, ഇത് ലെങ്തനിങ് ഉണ്ട്, വോളിയം തോന്നാനുള്ളതുണ്ട്. അപ്പം ഞാൻ ലെങ്തനിങ്ങിൻ്റെയാണ് വാങ്ങിച്ചത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ പറയുന്നത്, ഇത് ചെയ്യുമ്പോൾ ഇത് അവർ പറയുന്നത് കറക്റ്റാണ്. ലെങ്തനിങ് എന്ന് വെച്ചാൽ നല്ല ലെങ്തി ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് തോന്നും, ലെങ്തി ആയിട്ട് നമുക്ക് തോന്നും നമ്മുടെ ഈ എന്താ ഐലാഷസ്. നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് മേടിക്കാം. നൈബയുടെ മസ്കാരയാണ്. അപ്പം ഇനി എന്താ, ഇനിയും ഇതൊരു സെറ്റിംഗ് സ്പ്രേ ആണ്. ഞാനിത് ഉപയോഗിക്കാറേ ഇല്ല, ഉപയോഗിക്കാനുള്ള ടൈം കിട്ടാറില്ല. ഇതെല്ലാം എനിക്ക് ഉപയോഗിക്കണം എന്നുണ്ട്. പക്ഷെ ഇപ്പം പാർട്ടിയിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, കുഞ്ഞുള്ളത് കൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും മേക്കപ്പ് ഇടാൻ സമയം കിട്ടിയാലല്ലേ നമുക്കിതൊക്കെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഫിനിഷിങ് സ്പ്രേ ഒക്കെ അടിച്ച് പോകാൻ പറ്റൂ. അപ്പം ഇപ്പം എനിക്ക് കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുങ്ങാൻ തന്നെ സമയം കിട്ടിയാൽ വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പം ഇത് ഞാൻ ഈയിടെ മേടിച്ചതാണ്, പക്ഷെ ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പം നൈബയുടെ മാറ്റ് ഫിനിഷിംഗ് സെറ്റിംഗ് സ്പ്രേ ആണ്. ഇത് നല്ല റിവ്യൂ ഉള്ളൊരു സ്പ്രേ ആണ് കേട്ടോ. ഇത് നല്ലതാണ്. പിന്നെ ഇനി ഹെയർ സിറം ഉണ്ട്. ഇത് നല്ല ഒരു ഹെയർ സിറമാണ്. ഇത് സ്ട്രീറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഹെയർ സിറമാണ്. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. മുടിയൊക്കെ ഭയങ്കരമായിട്ട് പറന്നിങ്ങനെ കിടക്കുവാണെങ്കിൽ ഞാൻ ഇത് ജസ്റ്റ് തേക്കും. അപ്പം നല്ല ഒരു എന്താ പറയുക, ഷൈനി ആയിട്ട് നമ്മുടെ മുടിയൊക്കെ തോന്നും കേട്ടോ. അതുപോലെ നല്ലതാണ് ഇതുപോലത്തെ ഹെയർ സിറംസ് ഉപയോഗിക്കുന്നത്. ഇനി എൻ്റെ ഫൗണ്ടേഷൻ കാണിക്കാം. ഫൗണ്ടേഷൻ അത് ഒത്തിരി നാളായി മേടിച്ചിട്ട്. ഇപ്പോഴും ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ പാർട്ടികളിൽ പോകുമ്പോൾ എല്ലാം നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ ഞാൻ കുറച്ചൊക്കെ അങ്ങനെ അങ്ങ് ഒത്തിരി വാരി വലിച്ചിടാറില്ല, അതുകൊണ്ടായിരിക്കും ഇത് അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഇനി എന്താ, എൻ്റെ കളർ എന്ന് പറയുന്നത് 310 എന്ന് പറയുന്ന ഷെയ്ഡാണ് എൻ്റെ കളർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കും പല നമ്പറിലുള്ളത്, അപ്പം നിങ്ങളുടെ ഷെയ്ഡ് നോക്കിയിട്ട് നിങ്ങൾ മേടിക്കണം. അപ്പം ഇത് ഫിറ്റ്മിയുടെ ആണ്. ഫിറ്റ്മിയുടെ സൺബേജ് എന്ന് പറയുന്ന ഷെയ്ഡാണ് ഇത്. നെക്സ്റ്റ് ഇനി കൺസീലർ കാണിക്കാം. കൺസീലർ കണ്ട് നിങ്ങൾ ആരും ചിരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഒരു അടപ്പുണ്ട്, ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നു, അത് കളഞ്ഞു പോയി. അത് കളഞ്ഞു പോയതിന് സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു സ്പോഞ്ചും ഉണ്ടായിരുന്നു. ആ സ്പോഞ്ച് അപ്പം നമ്മളിതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അപ്പം ഈ കൺസീലറിൻ്റെ ക്രീം ഇങ്ങനെ ആ സ്പോഞ്ചിൽ വരും. എന്നിട്ട് നമ്മളിങ്ങനെ തേക്കുക ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ ഇങ്ങനെ തേച്ച് ആ സ്പോഞ്ച് അങ്ങ് ഇളകിപ്പോയി. അപ്പം ഇതിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. എന്താ പറയുന്നത്, നമ്മൾ കയ്യിലിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തേക്കേണ്ടി വരും, അതേ ഉള്ളൂ. ഇതിങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്താൽ വരും. ഇത് നല്ലൊരു സംഭവമാണ്. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റൻറ്റ് ഏജ് റിവൈൻഡ്, മെബിലിൻ ന്യൂയോർക്കിൻ്റെ തന്നെയാണ്. ഇൻസ്റ്റൻറ്റ് ഏജ് ഷെയ്ഡാണ്, ഷെയ്ഡല്ല ഇത്. എന്താ പറയുന്നത്, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കും കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഏജ് റിവൈൻഡ് കൺസീലറും ഫൗണ്ടേഷനും ഞാൻ മിക്കവാറും എല്ലായിടത്തും ഉപയോഗിക്കാറുണ്ട്. ഇനിയും ഞാൻ പ്രൈമർ കാണിക്കും കേട്ടോ. പ്രൈമർ, അപ്പം നമ്മൾ ഫസ്റ്റ് പ്രൈമർ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഫൗണ്ടേഷനും എല്ലാം ഇടുന്നത്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ചത് കേട്ടോ. അപ്പോൾ എൻ്റെ 2 ഫേസ് പ്രൈമറുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൈമർ ഞാൻ ഫസ്റ്റ് കാണിക്കാം. ഇത് ലാക്മേ ആബ്സല്യൂട്ടിൻ്റെ പ്രൈമറാണ്. ബ്ലർ പെർഫെക്റ്റ് എന്ന് പറയുന്ന മേക്കപ്പ് പ്രൈമറാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് തീർന്നു, അതുകൊണ്ടാണ് ഞാൻ അടുത്തത് മേടിച്ചത്. അപ്പം ഇതിൻ്റെ ഒരു ഷെയ്ഡെന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ഒരു എന്താ പറയുന്നത്, ഒരു ബേബി പിങ്ക്. ഒരു ബേബി പിങ്കിൻ്റെ കളറാണ്. ഇതിങ്ങനെ തേച്ച് ഇത് മാത്രം മതി നമുക്ക് ഇടാനേ. ഇപ്പം വലിയ മേക്കപ്പ് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് തോന്നും. പിന്നെ നല്ല മണമാണ്. നമ്മുടെ ഈ ഫെയർ ആൻഡ് ലവ്ലിയുടെ ഒക്കെ മണമില്ലേ, ഇനി ഫെയർ ആൻഡ് ലവ്ലിയുടെ ഏതാണെന്ന് എനിക്ക് അറിഞ്ഞോളാം. നല്ല ഫെയർ ആൻഡ് ലവ്ലിയുടെ മണമാണ്. പിന്നെ എന്താ, ഒരു കുട്ടിയൊക്കെ ഇട്ട ഒരു ഫീലിംഗ് വരും ഇതിട്ടാൽ തന്നെ. നമുക്ക് ലൈറ്റായിട്ടൊരു മേക്കപ്പ് അല്ലെങ്കിൽ ഒരു കോളേജിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകണമെങ്കിൽ നമുക്കിത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. അപ്പം നിങ്ങൾക്ക് ഇത് മേടിക്കാം. ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ചാണ് നൈബയുടെ. ഇത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് തോന്നും, പക്ഷെ എനിക്ക് മറ്റേതാണ് കുറച്ചുകൂടി ഇഷ്ടം. ഇതും കുഴപ്പമില്ല. നൈബയുടെ ബ്രൈറ്റനിങ് പ്രൈമറാണ് ഇതിനാണെങ്കിൽ ഒരു തിളക്കമൊക്കെ ഉണ്ട്. ഇതിങ്ങനെ ഒരു ജെല്ലി ടൈപ്പാണ്.
ഒരു വെള്ളത്തിനകത്തൊരു ഗോൾഡൻ എന്താ ഗ്ലിറ്ററൊക്കെ ഉള്ള പോലത്തെ ഒരു സാധനമാണ്. അങ്ങനെയാണ് ഈ പ്രൈമർ വരുന്നത്. നെക്സ്റ്റ് ഇനി എന്താ എന്നതിനകത്തുള്ളത്? അപ്പം ഇനി അടുത്തതെന്ന് വെച്ചാൽ എൻ്റെ എന്താ ഐബ്രോ പെൻസിലാണ്. ഐബ്രോ പെൻസിൽ എനിക്കിനി ഒന്ന് വെട്ടണം. ഇതിൻ്റെ എല്ലാം പോയി. ഇപ്പം ഞാനിത് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴും ഉപയോഗിക്കാറുള്ളൂ. എനിക്കിത് അങ്ങനെ കൃത്യമായിട്ട് അത്ര യൂസ് ചെയ്യുന്നത് അത്ര അറിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. ചിലപ്പോൾ ഒക്കെ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഇത് ഏതെൻ്റെ ബ്രൗൺ ക്ലെയിൻ ബ്രിഡ്ജ് ഐബ്രോ പെൻസിൽ എന്നാണ്. അപ്പോൾ ഇത് നൈബയുടെ തന്നെയാണ് കേട്ടോ. നൈബയുടെ തന്നെ. ഇത് നല്ലതാണ് കേട്ടോ. നമ്മളെപ്പോഴും ഒരു ബ്രൗൺ ഷെയ്ഡാണ് മേടിക്കുന്നതാണ് നല്ലത് ഈ ഐബ്രോയ്ക്ക്. അപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് എടുത്തറിയാൻ പറ്റും. ബ്രൗൺ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒത്തിരി ഇട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് വരത്തുമില്ല. എന്നാൽ നല്ലൊരു എന്താ പറയുന്നത് കംപ്ലീറ്റ്നെസ് നമുക്ക് തോന്നും. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമാണ്. ഇതെനിക്ക് യൂസ് ചെയ്യുന്നത് ഒന്നുകൂടെ കുറച്ചുകൂടെ പഠിക്കണം. ഇതാണ് സ്വിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് കുഞ്ഞ് എല്ലാം ഇത് താഴെ ഇതിന് എപ്പോൾ എൻ്റെ മേക്കപ്പ് കിറ്റിനകത്ത് കൈയിട്ട് എടുത്താലും ഇതേ അവന് കിട്ടത്തുള്ളൂ. എടുത്ത് ഒറ്റ ഏറെ അങ്ങനെ എറിഞ്ഞ് 2 പോയിട്ടുണ്ട്. അത് നല്ലതായിരുന്നു കേട്ടോ. ഇനി എൻ്റെ നെയിൽ പോളിഷ് റിമൂവർ ഉണ്ട് കേട്ടോ. നെയിൽ പോളിഷും ഉണ്ട് കയ്യിൽ. ഇത് ഞാൻ ഈയിടെ മേടിച്ചതാണ്. ഇതെങ്ങനെ ലീക്കായോ? ഇത് ഞാൻ ശരിക്കും അടച്ചില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇതെൻ്റെ ഒരു എന്താ നെയിൽ റിമൂവറാണ്. ഇൻസൈറ്റിൻ്റെ ആണ്. ഇത് നല്ലതാണ് കേട്ടോ. ഇതാണ് ഇൻസൈറ്റിൻ്റെ നെയിൽ പോളിഷ് റിമൂവർ. പിന്നെ എൻ്റെ കയ്യിൽ കുറേ എന്താ ഇതുണ്ട്, എന്താ നെയിൽ പോളിഷ് ഉണ്ട് കയ്യിൽ. ഞാനിപ്പം ഇവിടെ വന്നപ്പോൾ കൊണ്ടുവന്നത് ഈ 2 ഒന്ന് ഷുഗറിൻ്റെ ഈ ബ്ലൂ ഒരു ഷെയ്ഡാണ്. ബ്ലൂ അല്ല, എന്താ പറയുന്നത് ടീ കളറാണ്. പിന്നെ ഇത് വന്നിട്ട് സുഡിയോയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത്. സുഡിയോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് CM Candy P06 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇതൊരു പിങ്ക് കേട്ടോ, ഒരു ബേബി പിങ്ക് കളറാണ്. ഇതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇത് അടിപൊളിയാണ് ഷുഗറിൻ്റെ കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഷുഗറിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഒക്കെ ആദ്യമായിട്ടാണ് ഷുഗറിൻ്റെ ഒക്കെ മേടിക്കുന്നത്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് പോത്തേ ഇല്ല, കുറേ നാൾ നിൽക്കും. പിന്നെ നമ്മൾ പണിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് പോവും. എൻ്റെ അങ്ങനെ പോകാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കാലേനൊക്കെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ ഒത്തിരി നാൾ നിൽക്കും. ഇപ്പം നല്ലതാണ് ഷുഗറിൻ്റെ. എല്ലാവർക്കും അറിയാമല്ലോ, ഷുഗർ അടിപൊളി ബ്രാൻഡാണ്. പിന്നെ ഇച്ചിരി പൈസ കൂടുതലാണെന്നേ ഉള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അപ്പം എന്താ ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലിങ്കോ അല്ലെങ്കിൽ ഷെയ്ഡോ കാര്യങ്ങളോ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.